നമസ്കാരം. ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തിയ കേസിൽ കസ്റ്റഡിയിലായ സംഘപരിവാർ സഹയാത്രികൻ ടി.ജി. മോഹൻദാസിനെ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചു. പോലീസിന്റെ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയ ടി.ജിയെ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാക്കും. ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് മോഹൻദാസിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. കലാപത്തിന് ആഹ്വാനം ചെയ്യലെന്ന BNS 192, വിവിധ വിഭാഗങ്ങളിലായി ശത്രുതയുണ്ടാക്കാൻ ശ്രമിച്ചതിൽ BNS 353(1) ബി, സ്ത്രീത്വത്തെ അപമാനിക്കൽ BNS 79, സമൂഹത്തിൽ ക്രമസമാധാന തകർന്ന രീതിയിൽ പെരുമാറൽ KP ആക്ട് 120(0) എന്നീ വകുപ്പുകളാണ് കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളെല്ലാം 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നവയാണ്. ഇതിൽ ഭാരതീയ ന്യായ സംഹിത 353(1) ബി വകുപ്പ് ജാമ്യമില്ലാ കുറ്റമായതിനാൽ ടി.ജിക്ക് ജാമ്യം ലഭിക്കുന്നത് പൂർണ്ണമായും കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിരിക്കും. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് കേസിന്റെ തുടർ നടപടികളിൽ നിർണായകമാകും. എറണാകുളം മട്ടാഞ്ചേരിയിലുള്ള വസതിയിലെത്തി മട്ടാഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പ്രത്യേക സംഘമാണ് മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ഇദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. 1 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനും വീട്ടിൽ നടത്തിയ വിശദമായ പരിശോധനകൾക്കും ശേഷമായിരുന്നു പോലീസിന്റെ മിന്നൽ നീക്കം. വിവാദമായ വീഡിയോകൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള നിർണായക ഡിജിറ്റൽ ഉപകരണങ്ങളും പോലീസ് തെളിവായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. കേസെടുത്ത 10 ദിവസത്തിലേറെയായിട്ടും പോലീസ് നടപടിയെടുക്കാതിരുന്നതിനെതിരെ ശക്തമായ ജനരോക്ഷവും പ്രതിഷേധവും ഉയർന്നതോടുകൂടിയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇദ്ദേഹം വിവാദമായ പ്രസ്താവനകൾ നടത്തിയത്. ഡൽഹി ജന്തർ മന്ദറിലെ സമരം അടിച്ചമർത്താൻ 4 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് പ്രക്ഷോഭകർക്ക് നേരെ വെടിവെപ്പ് നടത്തണമെന്നും ജനങ്ങൾ ചിതറിയോടുമ്പോൾ കുറെ പേർ മരിക്കുകയും അംഗഭംഗം സംഭവിക്കുകയും ചെയ്യുമെന്നുമായിരുന്നു ആഹ്വാനം. സമരരംഗത്തുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും ലൈംഗികമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളും ഇയാൾ നടത്തിയിരുന്നു. പ്രക്ഷോഭകർക്കിടയിലേക്ക് പോലീസിനെ പിൻവലിച്ചാൽ അവിടെ കൂട്ടബലാത്സംഗം നടക്കുമെന്നും ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് സമരത്തിലുള്ളതെന്നുമായിരുന്നു നീചമായ പ്രസ്താവന. ഇത് വലിയ സാംസ്കാരിക രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് വീട്ടുപരിസരത്ത് തടിച്ചുകൂടിയ BJP പ്രാദേശിക പ്രവർത്തകർ മോഹൻദാസിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന സമയം അഭിവാദ്യ മുദ്രാവാക്യങ്ങളോടുകൂടിയാണ് അനുയായികൾ ഇയാളെ യാത്രയാക്കിയത്. പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങൾക്കിടയിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ടാണ് പോലീസിനൊപ്പം വണ്ടിയിൽ കയറിയതും. അതേസമയം മോഹൻദാസിന്റെ അറസ്റ്റ് വിവേചനപരമാണെന്ന ആരോപണവുമായി BJPയും രംഗത്തെത്തി. അവധി ദിവസം നോക്കി കസ്റ്റഡിയിലെടുത്ത നടപടി അപലപനീയമാണെന്നാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് പറഞ്ഞത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ വീഴ്ചകളിൽ നിന്നും തീരദേശ മേഖലകളിലെ പ്രതിഷേധങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ഈ അറസ്റ്റ് നാടകമെന്നും ലീഗ് മന്ത്രിമാരുടെ പ്രവർത്തകർക്ക് എതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേരളത്തിലെ മതമൗലികവാദികളുടെ കയ്യടിക്ക് വേണ്ടിയാണ് അത്യന്തം അപലപനീയമായിട്ടുള്ള നീക്കവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങുന്നതെന്നും സുരേഷ് വിമർശിച്ചു. ടി.ജി. മോഹൻദാസ് നടത്തിയ പരാമർശങ്ങൾ സ്വാഗതാർഹമല്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെടിവെച്ചു കൊല്ലുമെന്നടക്കം ഭീഷണി മുഴക്കിയ നിരവധി പേരാണ് കേരളത്തിൽ UDF സർക്കാരിന്റെ സംരക്ഷണയിൽ നിയമ നടപടികളിൽ നിന്ന് രക്ഷ നേടി കഴിയുന്നതെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. ഇത്തരക്കാർക്കെതിരെ നിരവധി പരാതികൾ പോലീസ് നൽകിയിട്ടും പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറഞ്ഞവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്നത്. ഫിഷറീസ് വകുപ്പ് പിടിച്ചുവാങ്ങി ഭരിക്കുന്ന മുസ്ലിം ലീഗ് മുതലപ്പുഴയിലും നീണ്ടകരയിലും മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായപ്പോൾ നടപടികൾ എടുക്കാത്ത ഗൗരവകരമായ സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്തുള്ളത്. BJP ഭരിക്കുന്ന പഞ്ചായത്ത് ആയതിനാൽ മണ്ണിടിച്ചിലിലും പ്രളയത്തിലും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ പോലും കാണാതെ മടങ്ങുന്ന ലീഗ് മന്ത്രിമാർ കേരള സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഭീതിജനകമാണെന്നും S. സുരേഷ് കൂട്ടിച്ചേർത്തു. മതവർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗ് മന്ത്രിമാരും ലീഗ് നേതൃത്വവും വന്ദേമാതര വിഷയത്തിലും VD സവർക്കർ വിഷയത്തിലും പ്രസ്താവനകൾ നടത്തി അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ ഗുരുതരമായ വീഴ്ചകളിൽ നിന്നും തീരദേശ മേഖലകളിലെ കത്തുന്ന ജനരോക്ഷത്തിൽ നിന്നും പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാനാണ് സർക്കാർ ഈ നാടകം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ മതമൗലികവാദികളുടെ കയ്യടിയും പിന്തുണയും പിടിച്ചുപറ്റുന്നതിന് വേണ്ടിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അത്യന്തം വിവേചനപരമായ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നും S. സുരേഷ് കുറ്റപ്പെടുത്തി. ടി.ജി. മോഹൻദാസ് നടത്തിയ പരാമർശങ്ങൾ സ്വാഗതാർഹമല്ലെന്നും BJP വ്യക്തമാക്കിയിട്ടുണ്ട്.